നമസ്കാരം. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച 12 SFI പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡി. കൊല്ലം തടയ്ക്കൽ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ നടപടി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചടയമംഗലം പോലീസ് കേസെടുത്തതോടെയാണ് കോടതിയുടെ ഈ നടപടി. കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത കണ്ടാലറിയാവുന്ന 5 പേരടക്കം 17 പേർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 124 വകുപ്പ് പ്രകാരമാണ് കേസ്. ചടയമംഗലം നിലമേൽ വീട്ടിൽ മാടൻ നടയിൽ ആസിഫ്, ഫാത്തിമ മൻസിൽ ഫയാസ്, കടയ്ക്കൽ കുറ്റിക്കാട്ടിൽ സരസ്വതി വിലാസം അരവിന്ദ്, നെട്ടയം നികേതൻ വിശാഖത്തിൽ വിഷ്ണു, പുല്ലാനിമൂട് കരുകോൺ കാരംകോട്ട് വീട്ടിൽ അഭിജിത്ത്, ഭാരതിപുരം കുഞ്ഞുവയൽവിളയിൽ വീട്ടിൽ ബുഹാരി, കൈതോടത്തെ തേജസ്, വലിയ വഴിയിൽ മുസാഫിർ മുഹമ്മദ്, പുള്ളിപ്പാറ ഗാലക്സി സ്വാമിമുക്കിൽ അബ്സിന, മാടൻ നട തൊടിയ വീട്ടിൽ മുഹമ്മദ് ഉബൈദ്, ചെറിയവെല്ലി നെല്ലൂർ ആര്യഭവനിൽ ആര്യ, കാരിയോട് വടക്കേ വീട്ടിൽ ബിനിൽ, കോട്ടുകൽ വയല വിഷ്ണുഭവനിൽ അഭിനന്ദ് എന്നിവർക്കും കണ്ടാലറിയാവുന്ന മറ്റ് 5 പേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. IPC 143, 144, 147, 283, 353, 124, 149 എന്നീ 7 വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിഷേധക്കാർക്കെതിരെ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് രൂക്ഷമായാണ് ഗവർണർ പ്രതികരിച്ചത്. FIRന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും ഗവർണർ പറഞ്ഞു. രാഷ്ട്രപതിയെയോ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണറെയോ ആക്രമിക്കുകയോ തടയുകയോ അല്ലെങ്കിൽ തെറ്റായി തടയാൻ ശ്രമിക്കുകയോ ചെയ്താൽ എടുക്കുന്ന ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ഇവർക്ക് നേരെ എടുത്തിരിക്കുന്നത്. ക്രിമിനൽ ബലപ്രയോഗം, ക്രിമിനൽ ശക്തി കാണിക്കൽ അല്ലെങ്കിൽ അതിര് കടക്കാനുള്ള ശ്രമം എന്നീ കുറ്റങ്ങൾ 7 വർഷം വരെ തടവാണ് ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നത്. കൂടാതെ പിഴയ്ക്കും ബാധ്യസ്ഥതയുണ്ടാകും. കരിങ്കൊടി കണ്ട് ഗവർണർ പ്രകോപിതനാകുന്നത് ഇതാദ്യമായിട്ടല്ല എങ്കിലും പോലീസ് നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ റോഡരികിൽ 2 മണിക്കൂറോളം കുത്തിയിരുന്നത് അസാധാരണ നടപടി തന്നെയാണ്. ഇത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ മുൻഗാമികളുടെ കീഴ്വഴക്കങ്ങളെല്ലാം തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളെ തുടർച്ചയായി കണ്ടും സ്വന്തം സർക്കാരിനെതിരെ പൊട്ടിത്തെറിച്ചുമാണ് ഗവർണർ ആദ്യം വാർത്തകളിൽ നിറഞ്ഞത്. പിന്നാലെ പരസ്യമായി തുടർച്ചയായി സർക്കാരുമായി ഉടക്കി. ഇതിനുശേഷം നയപ്രഖ്യാപനത്തിലൂടെയും ഞെട്ടിച്ചു. അതിനെല്ലാം ശേഷമാണ് കുത്തിയിരിപ്പ് പ്രതിഷേധവും ഗവർണർ നടത്തിയിരിക്കുന്നത്. കരിങ്കൊടി കാണിച്ചവരോട് പോലീസ് കൈക്കൊണ്ട നടപടി എന്തെന്നറിയാനുള്ള ശാഠ്യം മാത്രമായിരുന്നില്ല ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ പോലും പോലീസിന് കഴിയുന്നില്ല എന്ന് തെളിയിക്കുക എന്ന ഉദ്ദേശം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാര്യമായ ആക്രമണശൈലി SFIയിൽ നിന്നും ഉണ്ടായിരുന്നുമില്ല. ഗവർണറുടെ പ്രതിഷേധം അസാധാരണമായപ്പോൾ മിന്നൽ വേഗത്തിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വാർത്തയായതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതിവേഗ ഇടപെടലുമടക്കം ഗവർണർ ഉദ്ദേശിച്ച വഴിയെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഡിസംബർ 21-ാം തീയതി തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ ഇതിനേക്കാൾ രൂക്ഷമായി SFI പ്രതിഷേധം നടത്തിയിരുന്നു. പുറത്തിറങ്ങിയ ഗവർണർ സമരക്കാർക്ക് നേരെ ആക്രോശിക്കുകയും പോലീസിനോട് കയർക്കുകയും ചെയ്തുവെങ്കിലും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അത് നീണ്ടുനിന്നത്. കോഴിക്കോട് മിഠായി തെരുവിലെ റോഡ് ഷോയും ജനങ്ങൾ നെഞ്ചേറ്റി. എന്നാൽ നിലമേലിലേത് അസാധാരണവും ചരിത്രത്തിൽ ആദ്യവുമാവും.